മഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജിനോട് ശമ്പളം ലഭിച്ചില്ല എന്ന പരാതി പറഞ്ഞ് താത്കാലിക ജീവനക്കാർക്കെതിരെ കേസ്. സംഘം ചേർന്ന് ബഹളം വെച്ചെന്നും സംഘർഷ സാധ്യത ഉണ്ടാക്കിയെന്നുമാണ് കേസ്. പ്രിൻസിപ്പൽ ഡോക്ടർ കെ അനിൽരാജിന്റെ പരാതിയിലാണ് കണ്ടാലറിയാവുന്ന കരാർ ജീവനക്കാർക്കെതിരെ കേസെടുത്തത്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി. വിപിൻ, എന്താണ് സംഭവിച്ചത്? അനുജ, കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ആരോഗ്യമന്ത്രി വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയത്. ഈ ഉദ്ഘാടനത്തിന് ശേഷം വീണ ജോർജ് അവിടെ ഉണ്ടായിരുന്ന നിപ രോഗിയെ സന്ദർശിക്കുന്നതിന് വേണ്ടി ആശുപത്രിയിൽ എത്തിയിരുന്നു. അതിനുശേഷം പോകാൻ ഒരുങ്ങവെയാണ് ഈ താൽക്കാലിക ജീവനക്കാർ, അവർക്ക് ഏകദേശം 2 മാസമായി ഇവിടെ ശമ്പളം ലഭിക്കുന്നില്ല, ഈ ഒരു പരാതി പറയുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ആരോഗ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തിയത്. അപ്പോൾ അടുത്തേക്ക് എത്തിയപ്പോൾ അവിടെ CPM പ്രവർത്തകർ ഒരുമിച്ച് അവിടെ കൂട്ടം കൂടി നിന്നിരുന്നു. അപ്പോൾ അവർ തടയുകയും ഒപ്പം തന്നെ സുരക്ഷാ ജീവനക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു ബഹളമായി ആ ഒരു സമയത്ത് അത് മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രിൻസിപ്പാളിന്റെ പരാതിയിലാണ് പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കണ്ടാൽ അറിയാവുന്ന ആളുകൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പോലീസിന്റെ FIR-ൽ പറയുന്നത്. ഈ ബഹളം വെക്കുകയും ഒപ്പം തന്നെ ഒരു സംഘർഷ സാധ്യത അവിടെ ഉണ്ടാക്കി എന്നുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും അതൊരു വിചിത്ര നടപടി എന്ന് പറയേണ്ടി വരും. കാരണം മന്ത്രി എത്തുകയും മന്ത്രിയെ കാണുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തിയതാണ്. അവരവരുടെ ഏറ്റവും വലിയ ഒരു വേവലാതി പറയുന്നതിന് വേണ്ടിയിട്ടാണ് എത്തിയത്. കാരണം 2 മാസമായി അവർക്ക് ശമ്പളമില്ല. അത് അവിടുത്തെ ആശുപത്രി ഡെവലപ്മെന്റ് കമ്മിറ്റി കൊടുക്കുമോ അതോ സർക്കാർ കൊടുക്കണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു നിൽക്കുകയാണ്. അപ്പോൾ മന്ത്രി വീണ ജോർജ് തന്നെ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അത് മുനിസിപ്പാലിറ്റിയുടെ ചുമതലയാണ്, കാരണം ഡെവലപ്മെന്റ് കമ്മിറ്റിയാണ് ആ പണം കൊടുക്കേണ്ടത്, അതിന് നിർദ്ദേശിച്ചിട്ടുണ്ട് തുടങ്ങിയതൊക്കെ ആ കാര്യങ്ങൾ പറഞ്ഞു എന്നുണ്ടെങ്കിലും അവർ പോയതിനു ശേഷമാണ് ഇപ്പോൾ ഈ താൽക്കാലിക ജീവനക്കാർക്കെതിരെ ഒരു കേസെടുക്കുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. മന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാരെ മറികടന്ന് അവിടെ എത്തി എന്നുള്ളതാണ് ഈ ഒരു FIR-ൽ ഇതുമായി ബന്ധപ്പെട്ട്. ഈ വിഷയത്തിൽ പിന്നീട് മന്ത്രിയുടെ ഒരു ഇടപെടൽ ഉണ്ടായോ വിപിൻ? ഇവരുടെ ശമ്പള പ്രശ്നവുമായി ബന്ധപ്പെട്ട് മന്ത്രി അത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഇവർക്ക് ഇത്ര വലിയ പ്രശ്നമുള്ളപ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിൽ അവിടെ വന്നതിന് ശേഷം മന്ത്രിയുടെ ഭാഗത്തുനിന്നൊരു ഇടപെടൽ ഉണ്ടായോ? പിന്നീടും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഡെവലപ്മെന്റ് കമ്മിറ്റി, ആശുപത്രി ഡെവലപ്മെന്റ് കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് സർക്കാരിൽ നിന്ന് 100 കോടിയിലധികം പണം ആശുപത്രിക്ക് ലഭിക്കാനുണ്ട്. അപ്പൊ വിവിധ പദ്ധതികളിലൊക്കെയായി ഇപ്പോഴും കിട്ടാനായി ഇത്രയും പണമുണ്ട്, അതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നു. ഏകദേശം 500ഓളം താൽക്കാലിക ജീവനക്കാരാണ് ഈ ആശുപത്രിയിലുള്ളത്, മഞ്ചേരി മെഡിക്കൽ കോളേജിലുള്ളത്. അതിൽ 200-ൽ പരം താൽക്കാലിക ജീവനക്കാർക്ക്, അത് നഴ്സ് മുതൽ ഉള്ളവരുണ്ട്, അറ്റൻഡന്റുമാരുണ്ട്. ഇങ്ങനെയുള്ള 200ഓളം ആളുകൾക്കാണ് 2 മാസമായി ശമ്പളം മുടങ്ങിയിരിക്കുന്നത്. പല ഗഡുക്കളായിട്ടാണ് ഇതിനു മുൻപ് ലഭിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ തുടർച്ചയായി 2 മാസം ശമ്പളമില്ല. ഈ ഒരു ഘട്ടത്തിലാണ് ആരോഗ്യമന്ത്രി എത്തിയപ്പോൾ ഇവർ അതൊരു പരാതിയായി പറയുന്നതിന് വേണ്ടി സംഘം ചേർന്ന് അവിടേക്ക് എത്തിയതും മന്ത്രിയെ കാണാൻ ശ്രമിച്ചതും. ആ സംഭവത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ആ സമയത്ത് മന്ത്രിക്കൊപ്പം CPM പ്രവർത്തകരും ഉണ്ടായിരുന്നു. അപ്പോൾ സുരക്ഷാ ജീവനക്കാർ ആ സമയത്താണ് അതൊരു ബഹളമായി തീർന്നത്. അപ്പോൾ സുരക്ഷാ ജീവനക്കാരെ കൂടി മാറ്റി അവിടേക്ക് വന്നു എന്നുള്ളതിൽ കേസെടുക്കുമ്പോഴും ഇവരുടെ ഇപ്പോൾ